ഹലോ 2025 ജെഇ മെയിൻ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് പാരൻസും സ്റ്റുഡൻസും എനിക്ക് മെസ്സേജുകൾ അയച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ റാങ്ക് എത്രയാണ്, ഏത് കോളേജാണ് കിട്ടാൻ സാധ്യത, അവർക്ക് OBC റാങ്ക് എത്രയാണ്, അല്ലെങ്കിൽ SC ST റാങ്ക് എത്രയാണ്, ഏത് കോളേജിലാണ് കിട്ടാൻ സാധ്യത. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഈസിലി കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. നമ്മുടെ ജോസയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഐഡിയ ഉണ്ടാക്കാൻ പറ്റും എവിടെ ഏതൊക്കെ കോളേജിൽ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. എന്നാൽ ആ ഒരു ഡാറ്റ തന്നെ നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ ടു യൂസ് വെബ്സൈറ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു ജെഇ മെയിൻ കോളേജ് പ്രെഡിക്റ്റർ 2025 2024 ജോസയുടെ റൗണ്ട് 5 ഡാറ്റയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ടൂൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഈസി ടു യൂസ് ആണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ സീറ്റ് കിട്ടുമെന്ന് കണ്ടുപിടിക്കാം. അതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റേത് ജോസയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ആദ്യം കോളേജ് സെലക്ട് ചെയ്യണം, റൗണ്ട് സെലക്ട് ചെയ്യണം, എന്നിട്ട് അവിടെ എല്ലാ ബ്രാഞ്ചിന്റെയും അതുപോലെ തന്നെ എല്ലാവിധം ബ്രാഞ്ചും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാറ്റഗറിയുടെയാണ് കാണുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോളേജും സെലക്ട് ചെയ്ത് ആ കോളേജിൽ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ ബേസ് ചെയ്ത് ഏതൊക്കെ ബ്രാഞ്ചിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങൾ കോട്ട സെലക്ട് ചെയ്യാം, ഹോം സ്റ്റേറ്റും അതർ സ്റ്റേറ്റും. നിങ്ങൾക്കറിയാം നമ്മുടെ NITസിലേക്കുള്ള അഡ്മിഷൻസിലാണ് ഈ ഹോം സ്റ്റേറ്റും അതർ സ്റ്റേറ്റും വരുന്നത്. അതിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ജെഇ മെയിൻ്റെ റിസൾട്ട് വെച്ചുകൊണ്ട് നമുക്കറിയാം NIT ആണ് നമ്മൾ നോക്കുന്നത്. NITs അല്ലെങ്കിൽ IIITs പോലുള്ള കോളേജുകളാണ് നമ്മൾ ആക്ച്വലി നോക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങളിപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാം ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് NIT കാലിക്കറ്റിലെ ലാസ്റ്റ് റാങ്ക് ആയിരിക്കും. ഞാൻ അതുകൊണ്ട് ഹോം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോവാണ്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജ് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് സെലക്ട് ചെയ്യുകയാണ്. ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, OBC ആണോ, NCL ആണോ, അതിൽ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആണോ. അപ്പോൾ ഞാൻ ആദ്യം ഓപ്പൺ കാറ്റഗറി സെലക്ട് ചെയ്യുകയാണ്. ഓപ്പൺ കാറ്റഗറിയിൽ പിന്നെ ജെൻഡർ ചോദിക്കും. അപ്പോൾ ജെൻഡർ ന്യൂട്രൽ ആയിട്ടാണ് മെജോറിറ്റി ഓഫ് ദ സീറ്റുകളും. ഫീമെയിൽസിന് വേണ്ടി മാത്രമായിട്ട് നമുക്കറിയാം സൂപ്പർ ന്യൂമററി 20% എക്സ്ട്രാ സീറ്റ് വരെ എന്തെയും ഗേൾസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഞാൻ ജെൻഡർ ന്യൂട്രൽ സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റിലേക്ക് പോകുന്നു. ഇനി ഇവിടെ നിങ്ങളുടെ ജെഇയുടെ കാറ്റഗറി റാങ്ക് ചോദിക്കും. നിങ്ങൾ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ആ റാങ്ക് സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനിതാ 20,000 എന്നിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ 20,000 ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ ഒരു കുട്ടിക്ക് NIT കാലിക്കറ്റിൽ ജനറൽ കാറ്റഗറിയിൽ ഏതൊക്കെ ബ്രാഞ്ചുകളാണ് കിട്ടാൻ സാധ്യത, ഷോ സീറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നാൽ അവിടെ കാണാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഡേറ്റ ബേസ് ചെയ്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ NITയിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ ലാസ്റ്റ് റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ടുള്ളത് 21,437 ആണ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 22,000 ആണ്. അപ്പോൾ ഈ വർഷം 20,000 ഓൾ ഇന്ത്യ റാങ്ക് വന്ന ഒരു ജനറൽ കാറ്റഗറി NIT കാലിക്കറ്റിൽ അക്കോർഡിംഗ് ടു ലാസ്റ്റ് ഇയേഴ്സ് ഡാറ്റ നമുക്ക് എഞ്ചിനീയറിംഗ് ഫിസിക്സ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറയാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്, കെമിക്കൽ, ബയോടെക്, അതുപോലെ മെറ്റീരിയൽ സയൻസ്, സിവിൽ എഞ്ചിനീയറിംഗ്. ഈവൻ 41,000 ഓൾ ഇന്ത്യ റാങ്ക് വന്ന ഓപ്പൺ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്ത കുട്ടിക്ക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, NIT കാലിക്കറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള IITs, NIT കാലിക്കറ്റിനേക്കാൾ മുകളിലാണ് നമ്മുടെ NIT സൂറത്കൽ. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോം സ്റ്റേറ്റ് അല്ല അതർ സ്റ്റേറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ അതർ സ്റ്റേറ്റ് ചൂസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും സെയിം സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുകയാണ്. ഓപ്പൺ കാറ്റഗറി സെലക്ട് ചെയ്യുന്നു, ജെൻഡർ ന്യൂട്രൽ, ഓൾ ഇന്ത്യ റാങ്ക്. ഇതേ സ്റ്റുഡൻറ്റ് തന്നെ 20,000 ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യുന്നു, NIT സൂറത്കലിലേക്ക് പോയി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ NIT സൂറത്കൽ എന്നുള്ള കോളേജ് നമുക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഞാൻ കാറ്റഗറി ഓപ്പൺ കാറ്റഗറി തന്നെ വീണ്ടും സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റിലേക്ക് പോകുന്നു. ഓക്കെ, സോ ഷോ സീറ്റ്സ് എന്ന് പറയുമ്പോൾ അഗൈൻ നമുക്ക് കോളേജുകൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്യാം. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മേഘാലയ. ഇവിടെ ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ കാറ്റഗറിയിൽ നമുക്ക് എല്ലാ കോളേജുകളും ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. NITs എല്ലാ ടൈപ്പ് ഓഫ് NITസിലും 20,000 ഓൾ ഇന്ത്യ റാങ്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ ഫുൾ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, 20,000 ഓൾ ഇന്ത്യ റാങ്ക് വെച്ച് നിങ്ങൾക്ക് അതർ സ്റ്റേറ്റ് കാറ്റഗറിയിൽ കേരളത്തിന് പുറത്തുള്ള NITസിൽ കിട്ടാൻ സാധ്യതയുള്ള എല്ലാം കാണാം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് 20,000 ഓൾ ഇന്ത്യ റാങ്കിൽ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ഡാറ്റ പ്രകാരം നമുക്ക് NIT മേഘാലയയിൽ കിട്ടാൻ സാധ്യതയുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് അഗർത്തലയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് ഫിൽട്ടർ ബൈ കോളേജ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഏതായിരുന്നു, സൂറത്കലായിരുന്നു. ഞാനിവിടെ സൂറത്കൽ അല്ലെങ്കിൽ വാറങ്കൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. യെസ്, കർണാടകയിലുള്ള സൂറത്കൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ NIT സൂറത്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളേജിൽ 20,000 ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് അതർ സ്റ്റേറ്റ് കാറ്റഗറിയിൽ ഏതൊക്കെ ബ്രാഞ്ചുകൾ കിട്ടാം, സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടാം, മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് കിട്ടാം, അതുപോലെ തന്നെ മൈനിങ് എഞ്ചിനീയറിംഗും കിട്ടാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കോളേജ് മാറ്റി കൊടുത്തിട്ട് വേറെയും കോളേജുകളിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പോകാവുന്നതാണ്. ഓക്കെ, ഇനി ഒരു കാറ്റഗറി ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോം സ്റ്റേറ്റിലേക്ക് ഞാൻ തന്നെ പോകുന്നു. അതുപോലെ തന്നെ അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, കോളേജ് സെലക്ട് ചെയ്യാൻ ആദ്യമേ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ NIT കാലിക്കറ്റ് സെലക്ട് ചെയ്യുന്നു. എൻ്റെ കാറ്റഗറി ഫോർ എക്സാമ്പിൾ OBC NCL ആണ്. OBC NCL ആണ്. അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രൽ ആണ്. ഇനി ഫീമെയിൽ ഓൺലി, ഗേൾസിൻ്റെ ലാസ്റ്റ് റാങ്ക് കുറച്ചുകൂടെ താഴേക്ക് വരാൻ സാധ്യതയുണ്ട്, എല്ലാ ബ്രാഞ്ചുകളിലും നമ്മൾ കാണാറുണ്ട്, ബിക്കോസ് ഓഫ് ദി 20% സൂപ്പർ ന്യൂമററി റിസർവ്. അപ്പോൾ OBC NCലേക്ക് പോകുന്നു.
OBC NCL റാങ്ക് ഫോർ എക്സാമ്പിൾ ഒരു 5000 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. 5000 ആണെന്ന് വിചാരിച്ചോളൂ. 5000 ആണ് ഓൾ ഇന്ത്യ റാങ്ക് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ 10,000 കൊടുക്കുന്നു. 10,000 ആണ് ഓൾ ഇന്ത്യ റാങ്ക്. ഓക്കെ, അയാളുടെ OBC റാങ്ക്, OBC NCL ആണ് ഞാൻ സെലക്ട് ചെയ്തത്. 10,000 ആണ് കാറ്റഗറി റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് മേ ബി ഒരു 35,000 അല്ലെങ്കിൽ ഒരു 36,000 ഒക്കെ ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി ഉണ്ടാവുക. അത് ഞാനിവിടെ കൊടുക്കുകയാണ്. NIT കാലിക്കറ്റിൽ 10,000 OBC കാറ്റഗറി റാങ്ക് ഉള്ള ഒരു സ്റ്റുഡൻറ്റിന് ഏതൊക്കെ സീറ്റാണ് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ താഴേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, OBC കാറ്റഗറി റാങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ജോസയുടെ വെബ്സൈറ്റിലുള്ളത്. കെമിക്കൽ എഞ്ചിനീയറിംഗ് 10,000 പ്ലസ് OBC കാറ്റഗറി റാങ്ക് ഉള്ള ഒരു കുട്ടിക്ക് കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബയോടെക് പോസിബിൾ ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽ സയൻസസ് ആൻഡ് എഞ്ചിനീയറിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. 14,647 ഓൾ ഇന്ത്യ OBC NCL റാങ്ക് വന്നിട്ടുള്ള സ്റ്റുഡൻറ്റ് കഴിഞ്ഞ വർഷം NIT കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ ശേഷം ഒരു റൗണ്ട് 6ഉം അതുപോലെ തന്നെ ലാസ്റ്റ് ബാക്കി വന്ന സീറ്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള CSAB എന്ന് പറയുന്ന 2 റൗണ്ട് ഓഫ് സ്പെഷ്യൽ അഡ്മിഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡാറ്റ അത്ര അവൈലബിൾ അല്ല. എന്ന് മാത്രമല്ല, അത് വെറും ചാൻസസ് ആണ്. അത് ഏതാണോ ബാക്കി വന്ന സീറ്റുകൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി നടത്തുന്ന എക്സ്ട്രാ 2 റൗണ്ടാണ്. അത് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് റാങ്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഈ വർഷം ഏതൊക്കെ ബ്രാഞ്ചിലാണ് സീറ്റുകൾ ബാക്കി വരിക എന്നുള്ളത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്ന ടൂളാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഏത് കോളേജിനെ കുറിച്ചും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരുപാട് കോളേജുകൾ നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. OBC NCL ഓർ അഗെയിൻ ഓപ്പൺ കാറ്റഗറി സെലക്ട് ചെയ്യാം. ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള സീറ്റുകൾ സെലക്ട് ചെയ്യുന്നു. ഞാനൊരു കാറ്റഗറി റാങ്ക് ഓപ്പൺ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു 50,000 കുറച്ച് വലിയ റാങ്ക് കൊടുക്കണം. 50,000 ഓൾ ഇന്ത്യ റാങ്ക് വന്ന സ്റ്റുഡൻറ്റിന് എവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ NIT ആന്ധ്രാപ്രദേശിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ ഓപ്പൺ ജനറൽ കാറ്റഗറിയാണ് സെലക്ട് ചെയ്തത്. ഇനി 50,000 ഓൾ ഇന്ത്യ റാങ്ക് ആണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാറ്റഗറീസ് ഒന്നുമില്ല, ജനറൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കമ്പ്യൂട്ടർ സയൻസ് ഒന്നും എവിടെയും ഇല്ല. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അത് തന്നെ ഗാനി ഖാൻ ചൗധരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി വെസ്റ്റ് ബംഗാളിലാണ് വരുന്നത്. ഇനിയുള്ളതെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് പോലുള്ള ബ്രാഞ്ചുകളാണ്. അപ്പോൾ ഒരു 50,000 ഓൾ ഇന്ത്യ റാങ്ക് വന്ന ഒരു ജനറൽ കാറ്റഗറി സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ പറഞ്ഞ പോലെ ടോപ്പ് NITസിലേക്കൊന്നും നല്ല ബ്രാഞ്ചുകളൊന്നും തന്നെ എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. കെമിക്കൽ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ്, പക്ഷേ അഗർത്തല, മണിപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലാണ് ആക്ച്വലി ഉണ്ടാവുന്നത്. ഓക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ ടൂളിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. ആൻഡ് ഫൈനലി ഈ ലിസ്റ്റ് നിങ്ങൾക്ക് ഒരു PDF ആയിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓൾറെഡി കുട്ടികളിൽ നിന്നും ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒന്നുമില്ല. നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക്, കാറ്റഗറി റാങ്ക്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, പെർസെൻറ്റേജിൽ തുടങ്ങിയിട്ടുള്ളത്. ഇതുപോലെ അടുത്ത വർഷത്തുള്ള സ്റ്റുഡൻസിന് വേണ്ടി കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിലൂടെയും മറ്റും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഫില്ല് ചെയ്യാത്ത ആളുകൾ അതും ഫില്ല് ചെയ്യാം. അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും കളക്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ റാങ്ക്, പെർസെൻറ്റേജ് സ്കോർ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം, മാർക്ക് എത്രയാണ് കിട്ടിയത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ മാത്രം. ഓക്കെ, സോ JEE മെയിൻ കോളേജ് പ്രെഡിക്റ്റർ യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി എനിക്ക് മെസ്സേജ് അയച്ച ഒരുപാട് ആളുകൾക്ക് എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇനി ആരോട് ചോദിക്കാതെ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ, നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജുകൾ, നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഏറ്റവും നന്നായിട്ട് തന്നെ എല്ലാവരും ഇത് യൂസ് ചെയ്യാം. ആൻഡ് യൂസ് ചെയ്ത ആളുകൾ നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ താഴെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ JEE ക്ലിയർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓൾസോ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ. ഓക്കെ.